അവിടെ അവിടെ എത്തി പടർന്ന് കയറുകയാണല്ലോ. ഇപ്പോ ഫയർ ഫൈറ്റേഴ്സിനെ ആരാണ് രക്ഷിക്കാൻ പോകുന്നത്? മമ്മി. മീരങ്കിൾ, ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ഫയർ ഫൈറ്റർ അങ്കിളിനെ രക്ഷിക്കാം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 109. ഗ്രേറ്റ് ഐഡിയ ബഡി. ആക്ടിവേറ്റിംഗ് ഫോർമുല 109. വാ കീക്കോ, നീ ഇപ്പൊ ചെയ്ത കാര്യത്തെ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ബ്രേവറി. അമേസിംഗ് കീക്കോ, നീ ശരിക്കും വളരെ ബ്രേവ് തന്നെയാ. എന്തായാലും ഞാനൊരല്പം കഴിച്ചോട്ടെ. ആ സൗണ്ട് ബിൽഡിങ്ങിനകത്തുനിന്നാ വരുന്നത്. സൂപ്പർ സ്പീഡോ, നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. യെസ് കീക്കോ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങളോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇതെന്റെ കടമയാണ്. പക്ഷേ താൻ ആരാണ്? സൺ സിറ്റിയുടെ അഭിമാനം കാത്തുരക്ഷിക്കുവാനായി വന്നിരിക്കുന്നവനാണ്. ഞാനിതാ എത്തിക്കഴിഞ്ഞു, നിങ്ങളുടെ സ്വന്തം സൂപ്പർ ക്യാപ്റ്റൻ. സൂപ്പർ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറോ എന്നല്ലേ അർത്ഥം? സൂപ്പർ അല്ല, സൂപ്പർ ഡൂപ്പർ ഹീറോ എന്ന് പറയൂ. സൂപ്പർ ക്യാപ്റ്റൻ അങ്കിൾ, നിങ്ങൾ ആ ആന്റിയെ രക്ഷിച്ച് വളരെ വലിയ റൈറ്റ് ആണ് ചെയ്തത്. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് താങ്ക് യു പറയാ. ചേടാ, നീ എന്താ ഇങ്ങനെ പറയുന്നത് കീക്കോ? നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്ന് നിന്നെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സത്യം പറഞ്ഞ നീയാണ് ഹീറോ. നീയും തന്നെയാണ് സൂപ്പർ സ്പീഡോ. താങ്ക് യു. ഇനി സൺസിറ്റിക്കെതിരെ ആർക്കും ഒരു ചതിയും ചെയ്യാനാവില്ല. കാരണം സൺസിറ്റിയെ രക്ഷിക്കാനായിട്ട് കീക്കോയോടും സൂപ്പർ സ്പീഡോയോടും ഒപ്പം ചേർന്ന് ഇപ്പൊ ക്യാപ്റ്റനും ഉണ്ടല്ലോ. നീ പറഞ്ഞു ശരിയാണ് കീക്കോ. സൂപ്പർ ക്യാപ്റ്റൻ വന്നതിന് ശേഷം ടോണി ബോസിനോട് ഇനി ആരും ചോദിക്കില്ല. അല്ലെങ്കിലും ആരാ ഇതുവരെ ചോദിച്ചത്? എന്താടാ പറഞ്ഞത്? ആദ്യം കീക്കോയും സൂപ്പർ സ്പീഡോയും ആയിരുന്നു സൂപ്പർ ഹീറോസ്. ഇപ്പൊ ഇതാ സൂപ്പർ ക്യാപ്റ്റനും എത്തിക്കഴിഞ്ഞു. അതോടെ നിങ്ങളെ ചാപ്റ്റർ ഏതാണ്ട് ഇതാ ഓവർ. സൺ സിറ്റി സംരക്ഷിക്കാനായി എത്തിയിരിക്കുന്നു 3 സൂപ്പർ ഹീറോസ്. പക്ഷേ ഇപ്പൊ ടോണി ബോസ് മാത്രം സൂപ്പർ ഹീറോ. നിങ്ങളത് ഞാൻ പറയുന്ന പ്ലാൻ കേക്ക്. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് സാൻഡ്വിച്ച് വാങ്ങിച്ചോണ്ട് വരാൻ ഡോഡോ. സൂപ്പർ ക്യാപ്റ്റൻ, എന്നെ രക്ഷിച്ചതിന് വേണ്ടി 2 വാക്കിൽ പറയണമെങ്കിൽ താങ്ക് യു.
എന്റെ ഫ്രണ്ട്സിനെ സഹായിച്ചതിന് താങ്ക് യു. താങ്ക്സ് ഒക്കെ എന്തിനാ കീക്കോ? നീയല്ലേ പറഞ്ഞത് നമ്മൾ എല്ലാവരും ഒരേ ടീമാണെന്നൊക്കെ? കറക്റ്റ്. അവന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ല. അവന്റെ പേരാണ് ടോണി ബോസ്. ഈ ടോണിയോട് കളിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാലോ? പടപടപപ്പടം. ആരും അറിയാതെ വേഷം മാറി വന്ന് കള്ളൻ സൂപ്പറായി അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കാണ്. ഓ സേർ, എന്തൊരു പോയിന്റ് ആയി പറഞ്ഞത്. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സേർ. ആദ്യം അതിന്റെ അർത്ഥം ഒന്ന് പറയോ? സേർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം, ഒരു കള്ളൻ ടെമ്പോ 1ന്റെ ഗരാജിൽ നിന്നും ചില പാർട്സ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുക. ഷെടാ എന്റെ ദൈവമേ, എന്ന് വെച്ചാൽ ടെമ്പോ ഇപ്പൊ ഭയങ്കര വിഷമത്തിലായിരിക്കുമല്ലോ. ഓ നോ, നമ്മൾ ഉടൻ തന്നെ അവിടെ ചെല്ലണം. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ കള്ളൻ തീർച്ചയായിട്ടും ഹൈവേ വഴിയായിരിക്കും പോയിട്ടുണ്ടാവുക. അവനെ ഫോളോ ചെയ്യേ. ഓക്കെ ബഡി. ഞാനും നിങ്ങളുടെ ഒപ്പം വന്നേക്കാം. നമ്മളെല്ലാവരും ഒരേ ടീമല്ലേ? ആ, നിങ്ങളും കൂടെ വരൂ. കീക്കോ, നീ ആ കാറിനെ ഫോളോ ചെയ്ത് ചെല്ല്. ഞാൻ അവനെ പെട്ടെന്ന് ചെന്ന് പിടിച്ചേക്കാം. ഓക്കെ സൂപ്പർ ക്യാപ്റ്റൻ. നിങ്ങൾ രണ്ടുപേരും ഓക്കെ അല്ലേ? പക്ഷെ ആ കള്ളൻ നമ്മുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയി. ഇനി ഞാൻ ടെമ്പോ അണ്ണയോട് എന്തോ ഉത്തരം പറയും? എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല കീക്കോ. പെട്ടെന്ന് ആരോ എന്റെ പുറകിൽ നിന്ന് തള്ളിവിട്ടതുപോലെ ഉണ്ടായിരുന്നു. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഇനി ആവശ്യമില്ലാത്ത കാരണങ്ങളൊന്നും പറയണ്ട സൂപ്പർ സ്പീഡോ. കാരണങ്ങളോ? സൂപ്പർ ക്യാപ്റ്റൻ, ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ തളർന്നു പോയിട്ടുമില്ല. ഇന്നൊരു തെറ്റായ കാര്യം പറഞ്ഞിട്ടുമില്ല. എന്നെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? എന്നെ കുറിച്ച് കമന്റ് അടിക്കരുത്. താൻ എപ്പോഴും തന്റെ ജോലി മാത്രം നോക്കിയാൽ മതി. സൂപ്പർ സ്പീഡോ, നീ ഇപ്പൊ ചെയ്തത് വളരെ വലിയ റോങ് ആണ്. സൂപ്പർ ക്യാപ്റ്റനോട് സോറി പറയേ ഉടനെ. ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇൻഫാക്ട് സൂപ്പർ ക്യാപ്റ്റനായ എന്നോടാണ് സോറി പറയേണ്ടത്. അപ്പൊ നീ സോറി പറയില്ല അല്ലേ? തീർച്ചയായും പറയില്ല. ശരി സൂപ്പർ സ്പീഡോ, നിന്റെ തീരുമാനം അതാണെങ്കിൽ ഇനി ഞാൻ നിന്നോട് സംസാരിക്കില്ല. വേഗം, അതിവേഗം R7ന്റെ അകത്തേക്ക് തിരിച്ചു പോകട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഐ എം സോറി കീക്കോ. ഞാൻ കാരണം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയരുത്. ഐ എം റിയലി സോറി. സാരമില്ല. ഇൻഫാക്ട് ഐ എം സോറി സൂപ്പർ സ്പീഡോയ്ക്ക് വേണ്ടി. പക്ഷെ അവനെന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാരമില്ല, വിട്ടേക്ക്. നീ വേണമെങ്കിൽ നോക്കിക്കോ, എല്ലാം വേഗം ഐ ശരിയാകും. ഹോപ്പ് സോ. ശരി, ഇപ്പൊ വാ കീക്കോ. ആ കള്ളനെ നമുക്ക് തേടി കണ്ടെത്താം. ടെമ്പോ അണ്ണന്റെ വണ്ടിയുടെ പാർട്സ് എല്ലാം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടേ കൊടുത്തേക്കാം. യെസ്, ലെറ്റ്സ് ഗോ. കീക്കോ, സൂപ്പർ സ്പീഡ് ഇപ്പൊ ചെയ്ത കാര്യത്തെ ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഡിസ്റെസ്പെക്ട്ഫുൾ. വളരെ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയി പോയി. പക്ഷെ നീ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ട. സൂപ്പർ സ്പീഡ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഒരുപാട് നേരത്തേക്കൊന്നും നിങ്ങൾക്ക് രണ്ടാൾക്കും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല.
അത് നീ പറഞ്ഞത് ശരിയാണ്. അതിനുവേണ്ടി ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. കീക്കോ, ഞാൻ ആ കള്ളനിരിക്കുന്ന സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവനെ പിടികൂടാൻ പോവാ. ഒരു മിനിറ്റ്, ഇനി ആ കള്ളന് ഒരിടത്തേക്കും രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാ നമ്മൾ സൂപ്പർ സ്പീഡോയിനെ വിളിച്ചോണ്ട് നമ്മൾ 3 പേരും ആ കള്ളനെ ഒരു നല്ല പാഠം പഠിപ്പിക്കാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളോടൊപ്പം വന്നോളാം. പക്ഷെ സൂപ്പർ സ്പീഡോ സൂപ്പർ സ്പീഡോ ഇല്ലെങ്കിലും എനിക്ക് ആ റോങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. ശരി, ആ കള്ളനിപ്പോ എവിടെയാ ഉള്ളത്? കള്ളൻ സൺസിറ്റിക്ക് പുറത്ത് ഒരു പഴയ എനർജി സ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. എങ്കിൽ പിന്നെ 1 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യണ്ട. ലെറ്റ്സ് ഗോ. ഓക്കെ കീക്കോ. കീക്കോ, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ അകത്ത് നോക്കിട്ട് വരാം. ഞാനും നിങ്ങളുടെ കൂടെ അകത്തേക്ക് വരാം. അല്ല കീക്കോ, നീ പുറത്ത് തന്നെ നിൽക്ക്, കാരണം ഇപ്രാവശ്യം നമ്മൾ ഒരു റിസ്ക്കും എടുക്കാൻ പാടില്ല. ഹാ, നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നേ? എന്നുവെച്ചാ എനിക്ക് ആ കള്ളനെ പിടിക്കാൻ പറ്റില്ലെന്നാണോ? ചേടാ, അതല്ല ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഞാൻ അവനെ അകത്ത് ചെന്ന് പിടിച്ചേക്കാം. ഒരു പക്ഷെ അവൻ പുറത്തേക്ക് രക്ഷപ്പെടുകയാണെങ്കിൽ നീ അവനെ ഇവിടെ നിന്ന് പിടിച്ചേക്ക്. ഫാന്റാസ്റ്റിക് ഐഡിയ. ഐ എം സോ സോറി. നിങ്ങളെ ഇപ്പോ ഞാനെങ്ങനെ? എനിക്ക് മനസ്സിലായി കീക്കോ, അതൊന്നും സാരില്ല. നീ ഒരു അല്പസമയം ഇവിടെ വെയിറ്റ് ചെയ്യേ. അഥവാ ഞാൻ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ നിനക്കൊരു സിഗ്നൽ തരാം, നീ അകത്തേക്ക് വന്നേക്ക്. ഓൾ റൈറ്റ്, ഗുഡ് ലക്ക്. സൂപ്പർ ക്യാപ്റ്റൻ, ആ കള്ളൻ എവിടെയാ? പിന്നെ നിങ്ങൾ എന്തിനാ എന്തായി ചെയ്യുന്നേ? സൺ സിറ്റിയുടെ ഹീറോ ആയി കഴിഞ്ഞു സൂപ്പർ ഡെവിൽ. എന്നെ കണ്ടാ ഞെട്ടി വിറയ്ക്കണം. എത്തിക്കഴിഞ്ഞു സൂപ്പർ ക്യാപ്റ്റൻ. സൂപ്പർ ചെകുത്താനോ? പക്ഷേ നീ ഹീറോ ആയിരുന്നില്ലേ? എടാ ചെറുക്ക, ഞാൻ സൂപ്പർ ഹീറോ എന്നല്ല, ഞാൻ സൂപ്പർ വില്ലനാണ്. എന്നെ വിശ്വസിച്ച് നീ എന്റെ വലയിൽ വന്ന് കുടുങ്ങിപ്പോയി. കള്ളനോ? ആ കള്ളൻ അത് എന്റെ ആള് തന്നെയാ. ഞാൻ അവനോട് പറഞ്ഞത് ആ ടെമ്പോ അണ്ണയുടെ ഗാരേജിൽ നിന്ന് എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റാനായി. ബിൽഡിങ്ങിന് തീ വെച്ചത് ഞാൻ തന്നെയാ. പോരാത്തേന് സൂപ്പർ സ്പീഡോയ്ക്ക് പെട്ടെന്ന് തന്റെ ബാലൻസ് മിസ്സായി പോയില്ലേ, അതിനും കാരണം എന്റെ എയർ ബ്ലാസ്റ്റ് തന്നെയാ. ഞാൻ കാരണമാ നീയും സൂപ്പർ സ്പീഡോയും തമ്മിൽ തെറ്റി പിരിഞ്ഞത്. നിങ്ങൾ എല്ലാവരെയും പറ്റിക്കുന്നത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും വളരെ ഈസി ആയിരുന്നു. നീ എന്താ കരുതി? എന്റെ സൂപ്പർ സ്പീഡോയുടെയും ഫ്രണ്ട്ഷിപ്പ് വീക്കാന്ന് കരുതിയോ? എനിക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ സൂപ്പർ സ്പീഡോയ്ക്ക് പോലും ഇവിടെ നിന്ന് നിന്നെ രക്ഷിക്കാനാവില്ല. സൺ സിറ്റിയുടെ ഹീറോ ആയി കഴിഞ്ഞു സൂപ്പർ ചെകുത്താൻ. ഞെട്ടി വിറയ്ക്കണം. ദാ എത്തിക്കഴിഞ്ഞു സൂപ്പർ ക്യാപ്റ്റൻ. മതി കീക്കോ,
ഇതോടെ നിന്റെ ചാപ്റ്റർ ക്ലോസ്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 817. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 817. ഞാൻ നിന്നെ ഇപ്പൊ തന്നെ ഒരു വഴിയാക്കും, നോക്കിക്കോ. കീക്കോ, എന്റെ കൈവശം വെള്ളം വളരെ കുറവേ ഉള്ളൂ. ഒരുപാട് നേരത്തേക്കൊന്നും നിനക്ക് രക്ഷപ്പെടാനാവില്ല കീക്കോ. സൺ സിറ്റിയുടെ ഹീറോ ആയി കഴിഞ്ഞു സൂപ്പർ ചെകുത്താൻ. ഞെട്ടി വരയ്ക്കണം, ദാ എത്തിക്കഴിഞ്ഞു സൂപ്പർ ക്യാപ്റ്റൻ. അതൊന്നും ഇനി നടക്കില്ല. എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ല. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് ചിന്ന ഭിന്നമാക്കാതെ വിടില്ല. നിങ്ങളുടെ കളി ഇതോടെ അവസാനിച്ചു. ഇപ്പൊ തന്നെ നിന്റെ കളികളൊക്കെ ഞാൻ അവസാനിപ്പിക്കും, നോക്കിക്കോ. കീക്കോയുടെ കൂടെ എന്തിനാ ഫൈറ്റ് ചെയ്യുന്നത്? നിനക്ക് ധൈര്യം എന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് കാണിക്കേ. ടയർ കത്തിക്കരിഞ്ഞാലും അതിന്റെ സ്ട്രെങ്ത് ഇനിയും പോയിട്ടില്ല. നിക്കടാ, ഇപ്പൊ തന്നെ നിന്നെ ഞാൻ ഒരു വഴിയാക്കും. കീക്കോ, നിന്റെ സ്പെഷ്യൽ കിക്ക് ആക്ടിവേറ്റ് ചെയ്യൂ ഉടൻ തന്നെ. വേറെ ഒരു വഴിയില്ല. ഞാൻ എന്റെ സൂപ്പർ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. കള്ളൻ അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം എന്റെ കാൽക്കഴിയിൽ വന്ന് കിടക്കുന്നത് കണ്ടില്ലേ? വാവ് സർ, എന്ത് അടിപൊളിയായിട്ടാ പറഞ്ഞത്. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സർ. എന്ന് വെച്ചാൽ സാർ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ടെമ്പോ അണ്ണ, ദയവേത് എന്നോട് ക്ഷമിക്ക്. അണ്ണന്റെ സാധനങ്ങൾ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. അയ്യോ, ആ സാധനങ്ങളൊക്കെ ആ സൂപ്പർ ക്യാപ്റ്റന്റെ ആളുകളുടെ കയ്യിൽ നിന്ന് എനിക്ക് ജറ്റ്പട്ട് എപ്പോഴും വീട്ടിൽ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞു. ഏതായാലും അത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഒരു പ്രാവശ്യം ഞാനും ഇതേപോലെയുള്ള കള്ളന്റെ കയ്യിൽ നിന്ന് എല്ലാ സാധനങ്ങളും തിരിച്ചു പിടിച്ചു. കാര്യമായിട്ട് പറയണോ മേയർ അങ്കിൾ? അല്ല പിന്നെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയുടെ മുകളിൽ തക്കാളി വന്ന് വീഴട്ടെ.
എന്ന് വെച്ചാൽ മേയർ അങ്കിൾ, നിങ്ങൾ ഇത്ര നേരം പറഞ്ഞെല്ലാം പച്ച കള്ളാണല്ലേ?